ഇന്ന് നമ്മൾ വളരെ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യത്തിന്റെ ഈറ്റില്ലമായ എല്ലാ ആളുകളും വളരെ ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളൊക്കെ പടപൊരുതി നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നേടിത്തന്ന നമ്മുടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഈ രാജ്യത്തിൽ നമ്മളുടെ പൗരത്വങ്ങളും ഒക്കെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ കാലഘട്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അസ്വസ്ഥതകളുടെ കരിനാളങ്ങൾ നമ്മുടെ മേലിൽ ഓരോ ദിനങ്ങളും വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആരാധനാലയങ്ങൾ ചോദ്യചിഹ്നങ്ങളായി മാറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മഹത്തായ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. അതിൻ്റെ സ്ഥാനത്ത് മറ്റൊന്ന് ഇന്ന് അവിടെ പൊന്തി വന്നിരിക്കുകയാണ്. ഇന്ന് അതേ പ്രകാരം ഞാൻ വാബി എന്ന് പറയുന്നൊരു പള്ളി, അതിൻ്റെ അവകാശവാദവുമായിട്ടൊരു വിഭാഗം വരുന്നു, അതിൽ പൂജകൾ ആരംഭിക്കുന്നു. ഈ രാജ്യത്ത് ആരാധനാലയ സംരക്ഷണ നിയമങ്ങൾ ഉണ്ടായിരിക്കപ്പോലും അതിനൊന്നും പുല്ല് വില കൊടുത്ത് അതൊക്കെ സംരക്ഷിക്കേണ്ടവർ, അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടവർ പോലും അതിന് ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ, അങ്ങനെ ഓരോ പള്ളികളായി ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് അവകാശവാദങ്ങൾ ഉന്നയിച്ച് കോടതികളിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, താജ്മഹലിലും ദർഗകളിലും കയറി ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അടുത്ത ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസം ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ ഏക സിവിൽ കോഡ് നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമം അവരുടെ നിയമസഭയിൽ കൊണ്ടുവരികയും അത് പാസ്സാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് വിരുദ്ധമായ നിയമങ്ങൾ, ശരീഅത്ത് അനുശാസിക്കുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമായി രാജ്യത്തിന്റെ ഭരണഘടന ഓരോ മതസമൂഹത്തിനും അവരുടെ വ്യക്തി നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനുള്ള ഉറപ്പ് നൽകുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്ത്, ജാർഖണ്ഡിൽ ഏക സിവിൽ കോഡ് നിയമം ആദ്യമായിട്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി അവർ നിയമം കൊണ്ടുവരികയാണ്. അവിടെ ഇന്നലകളിൽ ബുൾഡോസറുകൾ കടന്നു വന്ന് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ താമസിക്കുന്നിടങ്ങളിൽ അവരുടെ മദ്രസകൾ ഇടിച്ച് നിരത്തുകയാണ്. ചോദ്യം ചെയ്യാൻ ആളില്ല. കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ അവിടെയുള്ള വികസന ഡെവലപ്മെന്റ് അതോറിറ്റി നേരം ഇരുട്ട് വെളുപ്പാകുന്നതിന് മുമ്പ് 700 വർഷങ്ങളോളം മുസ്ലിമീങ്ങൾ ആരാധിച്ചിരുന്ന മഹത്തായ പള്ളിയും ഖബർസ്ഥാനവും ഇടിച്ചു നിരത്തുന്നു. ഇവിടെ ചോദിക്കാൻ ആളില്ല. നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ നിയമപരമായി അതിന് നോട്ടീസ് കൊടുത്ത് അതിൽ നിന്ന് പിന്മാറണമെന്ന് പറയാനുള്ള അവകാശം ഇവിടെ ഉണ്ടായിരിക്കെ, അവരുടെ ഗൂഢമായ ലക്ഷ്യങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്ന മനുഷ്യാവകാശ സംഘടന പറയാൻ, ഇന്ത്യ മഹാരാജ്യത്ത് ബുൾഡോസർ എന്ന് പറയുന്നത് അനീതിയുടെ അടയാളമായി മാറിയിരിക്കുകയാണ് എന്ന് ഇന്നലെ അവർ പ്രസ്താവന ഇറക്കുമ്പോൾ, ഇങ്ങനെയുള്ള ഭീതികരമായ അവസ്ഥയിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടവർ ഭരണകൂടങ്ങളാണെങ്കിലും അപ്രകാരം ജുഡീഷ്യറി ആണെങ്കിലും നിയമപാലകരാണെങ്കിലും അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ദുരന്തപൂർണമായ അവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മൾ ജാഗ്രതപ്പെടേണ്ടത് വളരെ പ്രധാനമാണ്. നമ്മൾ പരസ്പരം കടിച്ചു കീറി, പരസ്പരം അനൈക്യങ്ങൾ ഉണ്ടാക്കി, ഛിദ്രതകൾ ഉണ്ടാക്കി, നമ്മൾ തന്നെ പരസ്പരം കാണാനും കേൾക്കാനും പറ്റാത്തവരായി മാറുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. നാളിതുവരെ നമ്മൾ പലതും ചെയ്തു. എന്നാൽ ഇന്ന് കാലങ്ങളും സാഹചര്യങ്ങളും വളരെ മാറ്റമുണ്ട്, മലീമസമാണ് എന്ന് നാം മനസ്സിലാക്കി ജാഗ്രതപ്പെടേണ്ടത് വളരെ പ്രധാനമാണ്. നാട്ടിലെ പ്രമാണിമാർ, നാട്ടിൻ്റെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അത് മതസംഘടനയുടേതാണെങ്കിലും രാഷ്ട്രീയ സംഘടനയുടേതാണെങ്കിലും മഹല്ല് സംവിധാനങ്ങളുടെ നേതാക്കളാണെങ്കിലും അവർക്ക് ഉണരണം, ജാഗ്രതപ്പെടണം. കാരണം നമുക്ക് മേൽ വരുന്ന ഏത് ഒളിയമ്പുകളെയും യുക്തിഭദ്രമായി നമ്മൾ പ്രതിരോധിക്കൽ വളരെ പ്രധാനമായ ആവശ്യമാണ്. യുവാക്കളും മറ്റുള്ളവരും ഒരു പക്ഷേ യുക്തിയില്ലാതെ നമുക്ക് വരുന്ന ആരോപണങ്ങൾക്കെതിരെ യുക്തിയില്ലാതെ എടുത്തുചാട്ടങ്ങൾ ഉണ്ടാക്കി കുഴപ്പങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ നാടിൻ്റെ സ്വസ്ഥത
സമാധാനം, ശാന്തി ഇതൊക്കെ കളയും. അത് നമുക്ക് വളരെ അപകടകരമായ അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് നാം ജാഗ്രത പെടണം, എപ്പോഴും ജാഗ്രത പെടണം. നമ്മുടെ നാട്, നമ്മുടെ മഹല്ല്, നമ്മുടെ പ്രദേശങ്ങളിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി എന്ത് നടക്കുന്നുണ്ടെങ്കിലും നിയമപരമായി നിയമപാലകരെ അറിയിച്ച് നിയമപരമായിട്ട് തന്നെ അതിനെ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള വഴികൾ കണ്ടെത്തുകയും വികാരങ്ങൾക്ക് അടിമപ്പെടാതെ വിചാരങ്ങളോടുകൂടെ ബുദ്ധി ഉപയോഗിച്ച് തന്ത്രപരമായി ഇതിനൊക്കെ കൈകാര്യം ചെയ്യൽ നമുക്ക് ആവശ്യവുമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധി നമുക്ക് രക്ഷപ്പെടട്ടെ. വിശുദ്ധമായ നിസ്കാരം എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. ഏത് പ്രതിസന്ധിയിൽ നിന്നും നമുക്ക് രക്ഷ നേടാനുള്ള വഴി കൃത്യമായി ക്ഷമിക്കലും നിസ്കാരം നിലനിർത്തലുമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ നമ്മൾ പ്രതിസന്ധിയും ബുദ്ധിമുട്ടുകളും നാൾക്ക് നാൾ വരുമ്പോ ദീനിന്ന് അകന്നു പോകുന്നതിന് പകരം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കതോടൊപ്പം ദീനിയായിട്ട് നാം ഉണരുകയും നിസ്കാരം എന്ന് പറയുന്ന നിർബന്ധ ബാധ്യതയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിലേക്ക് അടുത്ത് പ്രാർത്ഥനകളുമായിട്ട് നാം മുന്നേറുകയും ചെയ്താൽ തീർച്ചയായും നമുക്ക് രക്ഷയും വിജയവും ഉണ്ടാകും. ഒരു ദുശക്തികൾക്കും നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നാം ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ നിലനിൽക്കണമെന്ന് എല്ലാവരോടും ഉണർത്തുന്നു. അള്ളാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും എല്ലാവിധ വിജയവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.